എൻ്റെ പേര് സെയ്ദ് ഹാഷിം തങ്ങൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കൃഷിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് വെച്ചതായിരുന്നു ഇതിൽ ചീരയും പിന്നെ മമ്പയറുമാണ് ഉള്ളത്. അത് മാത്രമേ ഇതിൽ. പിന്നെ കടുകുണ്ട്. ഇത് ചീര ഇട്ട് ഞാൻ ഇന്നലെ മിന്നാന്നിട്ട് ഇട്ടിട്ടുള്ളത്. ഇതിൽ വളങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിലിട്ട വെള്ളങ്ങൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ചകിരിത്തുപ്പ് പോലത്തെ അടിയത്തെ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അടിഭാഗത്ത് അതിൻ്റെ മുകളിലാണ് വളങ്ങൾ ഇട്ടിട്ടുള്ളത്. മണ്ണ് ഇതിൽ ഞാൻ തുള്ളി ഇതേപോലെ വിതറിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ചകിരിത്തുപ്പ്. ഞാൻ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഈ ചകിരിയിൽ നിന്നൊക്കെ എടുത്തത്. അപ്പോൾ ഈ ചെടികളിലൊക്കെ ഇട്ട വളമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അഡീനിയമാണിത്. ഈ ചെടിയിലൊക്കെ നമ്മൾ ഇടാൻ പോകുന്ന വളമാണ് ഇട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ പൂത്തതാട്ടോ. പിന്നെ ആ വളം കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ വളം. ഇതിൽ ചാണകപ്പൊടി, ഗോമൂത്രം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ആട്ടിൻ കാഷ്ടം, പിന്നെ കോഴിക്കാഷ്ടം, ചകിരി ചോറ് അടങ്ങിയ എല്ലാതും അടങ്ങിയ മിശ്രണമാട്ടോ ഇത്. നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ട്രയലായിട്ട് നടാൻ പോകുന്നത്. ഇത് നമ്മൾ ചെറിയ ഇതിലാണ് നടുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വലുതിലാക്കും. ഇതാണ് നമ്മൾ കൂടുതൽ അടിഭാഗത്ത് ഇങ്ങനെ ഇടാൻ പോകുന്നത്. ഇതാട്ടോ ചകിരിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താണിത്. നമ്മളിങ്ങനെ കുടഞ്ഞെടുക്കണം. നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ നമ്മൾ പറഞ്ഞ ആ വളം. നല്ല സോഫ്റ്റിൻ്റെ വളമാട്ടോ. ഈ കൈ കൊണ്ട് വേണം. പക്ഷേ കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ്. ഞാൻ കൈ കൊണ്ടാണ് പിടിച്ചത്. നമുക്ക് നടാൻ തുടങ്ങാം. പൂച്ചകളൊക്കെ ഇപ്പോഴൊന്നും ഒച്ചുണ്ടാക്കുന്നുണ്ട്. ചെറുള്ളി ഇതാ മുളച്ചത് മാത്രമായിട്ട് ഞാൻ എടുത്തിക്കണത്. നമ്മൾ കുറേ നടുന്നുണ്ട്. പക്ഷെ മുളച്ചത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് അത്യാവശ്യമായത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചകിരിത്തൊപ്പിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചകിരിത്തൊപ്പിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത് അളകാനുള്ള വെള്ളം മാത്രം മതി. ഇത് കട്ടായി ഇങ്ങനെ നിൽക്കാൻ. കൂടുതൽ വെള്ളം വേണ്ട. കൂടുതൽ വെള്ളം ഒഴിച്ചരുത്. നമ്മൾ ഇത് ആകുതാവും. വെള്ളത്തിൽ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചെടുക്കുക. പൂച്ചേ. നമ്മൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം ഇതാക്കി വെച്ചതാണ്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മണ്ണാണ്. അപ്പോൾ നമ്മൾ മണ്ണെടുക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് മണ്ണ് മതി, കൂടുതൽ മണ്ണൊന്നും വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ മണ്ണെടുത്തിട്ടുണ്ട്. ഇത്ര ആവശ്യം മതി മണ്ണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആയിട്ടുണ്ട്. വളം ആയി, മണ്ണായി, പിന്നെ ചകിരിത്തുപ്പി നമ്മൾ ഉണ്ടാക്കിയതായി, പിന്നെ ഇതാ വേണ്ട ഇത്. അപ്പോൾ നമ്മൾ ഈ ചകിരി കൊണ്ടാട്ടെ നമ്മൾ ഇതൊക്കെ ചെയ്തെടുത്തത്. ഇനിയുണ്ട് ഇതിൽ, പക്ഷെ നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ട്രാക്ക് ഈ ചകിരിത്തുപ്പ് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. പൂച്ചകൾ അവിടെ ഇറച്ചിക്ക് വേണ്ടി തല്ലിടുകയാണ്. വീട്ടിൽ ഇറച്ചി കേട്ടോ.
പൂച്ചകൾക്കും ഇറച്ചിക്ക് വേണ്ടി തല്ലൂടാണ്. പൂച്ചകൾ ഇപ്പം നമ്മളെല്ലാത്തിലും ചകിരിച്ചോറ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നിങ്ങൾക്കിനി ചകിരിച്ചോറ് വാങ്ങിയതുണ്ടെങ്കിൽ അതും ഫില്ല് ചെയ്യാം. ഞാനിവിടെ ഉണ്ടാക്കിയതാണ് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഇത് വെറുതെ ചകിരിയിൽ നിന്ന് എടുത്ത് ശേഷം അതിൽ തുള്ളി വെള്ളം ഒഴിച്ച് കട്ടാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. ഇപ്പം നമ്മൾ ഈ ഉള്ളി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വളം മിക്സ് ചെയ്യാം. പൊടിച്ച വളം ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലൊക്കെ ചകിരിച്ചോറ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചകിരിച്ചോറല്ല, ഈ വളം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മണ്ണാണ്. മണ്ണ് ഇത്ര മതി കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളിനും എടുത്തിട്ട് ഈ കുറച്ച് തിന്നിടുന്നത്. ഇവിടെയൊക്കെ നമ്മൾ വേറെ ഇതാണ് നടക്കുന്നത്. പൂച്ചകൾ ഇവിടെ തല്ലൂടും കേട്ടോ ഇറച്ചിക്ക് വേണ്ടി. ഇതിന് കിട്ടിയാൽ ഇതിനടിക്കും, അതിന് കിട്ടിയാൽ അത് അതിനെ തല്ലില്ല. ശരിക്കും ഇതിൻ്റെ അമ്മയാണത്, അതിൻ്റെ തള്ളേട്ടത്. അടിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാൻ പോയി. നമ്മളിപ്പോൾ ഇതും ഈ രണ്ടെണ്ണം ഇതിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഞാൻ മുളക്കാൻ വെച്ചിരുന്നത്, ഇത് മുളച്ചിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇത് മുളക്കാൻ വെച്ചത് മുളച്ചാൽ ഞാൻ ഇതിലൊക്കെ വെക്കും. ഇപ്പോൾ മുളച്ചത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ നിന്നൊരു പൊടി കുറച്ചെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടുക. കുറച്ചും പാടി എന്നിട്ട് കലക്കി കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഏറി പാകത്തിൽ വെള്ളം. എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുക. നാളെ എന്തായാലും നടാറുമ്പോൾ നനവുണ്ടായിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ഇത് ശരിയായിട്ടുണ്ട്. നമുക്കിത് എവിടെയെങ്കിലും എടുത്തേക്കാം. സൂര്യപ്രകാശവും കുറച്ച് തണുപ്പും ഉള്ള സ്ഥലത്ത് തന്നെ ഇത് വെക്കണം. ഇപ്പം നമ്മളിതാ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് പാളിപ്പോയതാട്ടോ വെള്ളം ഒഴിച്ചപ്പോൾ. ഇതിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിന് ഞാൻ വെള്ളം. ഇത് ഇന്നലെ തൊട്ട് 2 ദിവസം നിൽക്കും വളരാൻ. ഞാൻ കുറച്ച് ചെടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ വളമിട്ട ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ കരുവത്തിയിൽ ഞങ്ങൾ ആ വളം ഇട്ടിട്ടുണ്ട്. ചെറുതായപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഇട്ടിങ്ങനെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ചാക്കിൻ്റെ ഉള്ളിൽ വെച്ചതാണ്. ചാക്കൊക്കെ കയറി അതിൻ്റെ ചെറുതാണ്.
ഇതിൻ്റെ പേരൊക്കറിയില്ല, പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ അമ്മ കുഴിച്ചിട്ട ഇതിലൊക്കെ ഞങ്ങൾ വളം തന്നെ ഇട്ടത്. താടിയന്യം ഇത് ചെയ്തതാട്ടോ. ഈ ചെടികളെ മുകളിലത്തെ ഇതൊക്കെ വെട്ടിക്കൊടുത്ത് പ്ലംബിങ് ചെയ്തതാണ്. ഇതൊക്കെ ഒന്ന് വെട്ടി ഇത് ഞങ്ങൾ വലുതാകുമ്പോൾ ഓരോരോ തണ്ട് ഇങ്ങനെ വെട്ടി കൊടുക്കും. ഞങ്ങളങ്ങനെ മുറിച്ച് ടാപ്പൊട്ട് ചെയ്യലാണ്. പിന്നെ ഇത് അമ്പായങ്ങ കേട്ടോ, ആകതായതാട്ടോ, ചീഞ്ഞു ഇതായി. ചീന ഇത് തീരെ സൂര്യപ്രകാശം ഇല്ലാത്തോട്ട് വെച്ചിന്, പിന്നെ ആകെ ചീന പോയി. ഞാനിത് ഉണ്ടായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ശരിയാക്കി പ്ലംബിങ് ചെയ്യേണ്ടി വരും. ഇതിൽ നമ്മൾ അതന്നെ ഇട്ടിട്ടുള്ളത്. ഇത് റംബൂട്ടാനാട്ടോ. നിങ്ങൾ നല്ലോണം വളർന്നു പോയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കിയ ഷോറൂം ആയതുകൊണ്ട് ഒരു വലിയൊരു ഷീറ്റ് കൊടുന്ന് ഇവിടെ ഇങ്ങനെ വെച്ച് കേട്ടോ. അത് തലക്ക് വരെ ഉണ്ട്, ആ തല വരെ ഉണ്ട് ഷീറ്റ്. ചിലർ വീട്ടിൽ കാണപ്പെടുന്ന ക്യാറ്റസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇതൊക്കെ ഞങ്ങൾ വളർത്തുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഓരോരോ പൊട്ട ഉണ്ടാക്കിയിട്ടുള്ളൂ. പൊട്ട കൊടുന്നതിനെ അതിന് തൊടാൻ പറ്റൂല, തൊട്ട കൈമാകണമാവും. പിന്നെ പറിച്ചിട്ടും പോകില്ല. കുറേ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.